ഏറ്റവും താഴെയുള്ളവരെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. എല്ലാവർക്കും പ്രശസ്തിയും പേരും ഒക്കെ ഉള്ളവരെ പോയിട്ട് ആദരിക്കാറുള്ളൂ. പക്ഷെ അതല്ല ഏറ്റവും ഞങ്ങളിപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ തുടങ്ങുന്നത് നമ്മുടെ ജോസിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒത്തിരി നാളുകളായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. പക്ഷേ ആരും എന്താ ചെയ്യുക, കന്നഡ പറയും ഗുരുതിസാറില്ല, മാനിക്കാറില്ല. അപ്പോൾ ഈ മാനിക്കാനുള്ളതായ ഒരു മടി ആണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത് ഒത്തിരി പേർക്ക് സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു 6 പേരുണ്ട് അതിനകത്ത്. പിന്നെ ഞങ്ങൾ ഇതിലുള്ള ഇവരെ പോലെയുള്ള സ്റ്റാൻഡേർഡിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്. അവരെ കൂടെ ഒരു 10 പേരെ 11 പേരെ ആദരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ആ വിഷയമല്ല, നമ്മളവരെ കണ്ടു. ഇപ്പം നമ്മളൊരാളെ കണ്ടു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ അവനെ കണ്ടു അത്രേ ഉള്ളൂ. ആ ഒരു ഇതിന് വേണ്ടിയാണ് ഇത് കൊണ്ടിരിക്കുന്നത്. ഇവിടെ വാക്കുകൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവരുടെ തിരക്കാണ് ഈ ഒരു സ്നേഹം ഇരുന്നത്. ഇവിടെ പറയാൻ നമ്മുടെ അഡ്വക്കേറ്റ് ഇസ്മായിൽ എന്ന് നമ്മുടെ ആളാണ്. ചെന്നൂരിൽ വിദ്യാസംഘത്തിലെ അധ്യക്ഷന്, അവിടുത്തെ നോർത്തി അഡ്വക്കേറ്റാണ്. പിന്നെ മധു നമുക്കറിയാം, ടീച്ചറാണ്. പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി. ഇവർ മാതൃസംഘത്തിൽ അവരൊക്കെ എത്തുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് 10 മണിക്ക് വെച്ച് ഇതിൻ്റെ തിരക്കിലാണ് നമുക്ക് 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കേക്ക് ഇന്ന് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ 2 പേരെ ആദരിക്കും. ഒരു നമ്മുടെ LCK ബാങ്ക് ഓഫ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവിടെ പോയി ആദരിക്കാനാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ ആദരിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ്. അത് എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ആരെക്കൊണ്ട് കട്ട് ചെയ്യണം? ഒത്തിരി പേർക്ക് എന്താ പറയുക, അറിവ് പറഞ്ഞു നോക്കുകയും ഈ ദേശത്തെ കുറേ വർഷങ്ങളായിട്ട് ഉള്ള ആളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാനിക്കുകയാണ്. ഞാനിപ്പോൾ ഷാള് ഇട്ട് ആദരിക്കുന്നു. നമ്മുടെ ഇവർ ചേർന്ന് ഇസ്മായിലിനെ കൊണ്ട് നമ്മൾ ആദ്യത്തെ പൂ പൊടിപ്പിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം ഇന്ന് ഈ ഗ്രേറ്റ് ഇന്റർനാഷണൽ വുമൻസ് ഡേയിൽ അറിവും കഴിവുള്ളവരെ ആദരിക്കാൻ ആളുകൾ അധികം ഉണ്ടാകും. എന്നാലും അറിവും വിവരവും വിദ്യാഭ്യാസവും കഴിവും ഉണ്ടായിട്ടും അറിയപ്പെടാതിരിക്കുന്ന അനേകരുണ്ട്. അവരെ പരിഗണിക്കുമ്പോഴാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആദരവും അംഗീകാരവും ഇഷ്ടപ്പെടുന്നുണ്ട്. അതറിഞ്ഞ് ഈ പ്രാവശ്യം അച്ഛൻ ചെയ്തത് ശരിക്കും ഒരു ഗ്രേറ്റ് കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം 25 വർഷമായി ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്. ഈ 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് അംഗീകാരം. അപ്പോൾ അതിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ അടുത്തും അച്ഛനും ഈ കമ്മിഷൻ മെമ്പേഴ്സും ഇതിനാരൊക്കെ പ്രത്യക്ഷവും പരോക്ഷമായിട്ട് ഈ തീരുമാനം എടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ആശംസ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്.